ഒരുത്തൻ ക്രിസ്തുവിലാണെങ്കിൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് മുഴുവൻ കഴിഞ്ഞുപോയി. യേശു കർത്താവ് നീക്കോദിമോസിനോടൊരു കാര്യം പറയുന്നുണ്ട്. ഒരു ദിവസം രാത്രിയിൽ ഈ മനുഷ്യൻ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുകയാണ്, നീ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ ചെയ്യുന്നുണ്ട്, ദൈവം നിൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ടെന്ന് അവിടെ വ്യക്തമായി പറയുന്നു. ദൈവമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കർത്താവ് പറയണം, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല. അപ്പോൾ യേശു ക്രിസ്തു പറയുന്നത് സകല മനുഷ്യരോടും ഒരു പുതിയൊരു ജനനം ഉണ്ടാകണം. നീക്കോദിമോസ് യേശുവിനോട് ചോദിക്കുകയാണ്, ഈ പ്രായം ചെന്ന ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇനി അമ്മയുടെ ഉദരത്തിൽ കിടക്കാൻ പറ്റുമോ, എന്നിട്ട് ജനിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കർത്താവ് അതിനൊരു മറുപടി പറയുന്നത് എങ്ങനെയാണ്? വെള്ളത്താലും ആത്മാവിലും ജനിക്കുന്നില്ലെങ്കിൽ നീ ദൈവരാജ്യം കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ വെള്ളത്താലും ആത്മാവിലും ജനിച്ചിരിക്കണം. കൂടുതൽ അറിയണമെങ്കിൽ ഫോളോ ചെയ്യുക. ദൈവത്തിനുള്ള അനുഗ്രഹിക്കുമാറാകട്ടെ.